നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭാഗ്യം കടാക്ഷിക്കുന്നതാകുന്നു. തൊഴിൽ, ബിസിനസ്, മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഭാഗ്യം കടാക്ഷിക്കുകയും അത് പലവിധ നേട്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാം. എന്നാൽ ഓണത്തിന് ശേഷം ചില നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം അഥവാ ധനപരമായ നേട്ടങ്ങൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ മറ്റോ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ചില നക്ഷത്രക്കാരുണ്ട്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കാരണം ഭരണി നക്ഷത്രക്കാർക്ക് ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത ഇവർക്ക് കൂടുതൽ തന്നെയാകുന്നു. പ്രധാനമായും ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ഭാഗ്യം അനുകൂലമാകുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഇവർക്ക് അല്പം കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളും ധനപരമായ പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി തീരാം. ധനപരമായ നേട്ടങ്ങൾ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുകയും എന്നാൽ ഈ പണം കൈകളിൽ നിൽക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അനുകൂലമായ രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തുവാനും തന്മൂലം പല നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിച്ചു എന്ന് വരാം. കടബാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും അല്പം മോചനം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ് പരമായും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് മാത്രമാകണം എന്നില്ല ഇത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ സൗഭാഗ്യം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത ഓണത്തിന് ശേഷം ഇവർക്കല്പം കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. പുണർദം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാണ് ഓണത്തിന് ശേഷം സംജാതമാവുക എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ധനപരമായ ചില നേട്ടങ്ങൾ പ്രധാനമായും ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തന്നെ ധനപരമായ ഉയർച്ച ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എന്തും അധികമായാൽ അത് ദോഷമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യക്കുറി മാത്രമല്ല തൊഴിൽപരമായും അല്പം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഭാഗ്യക്കുറി മാത്രമായല്ല ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളാകാം. ഇത്തരത്തിലും കൈകളിലേക്ക് പണം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ലഭിക്കാതിരുന്നതായ കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ഇത്തരത്തിലും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അത്തരത്തിൽ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ ഉയർച്ച ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാൻ സാധ്യത കൂടുതലുള്ള ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഓണം കഴിയുന്നതിലൂടെ ചില കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാവുന്നതുമാണ്. ഭാഗ്യക്കുറി, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ഉയർച്ച ഇവർക്ക് വന്നു ചേരാവുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും പ്രതികൂലമായിരുന്നു എന്നിരുന്നാൽ പോലും അത് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തരാം. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം.
ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുന്നതുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് ലോട്ടറിയുമായി ബന്ധപ്പെട്ട് മാത്രമാകണം എന്നില്ല. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ ഓണത്തിന് ശേഷം ലോട്ടറി ഭാഗ്യം തേടിയെത്തുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ എന്ന് നിസ്സംശയം പറയാം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. പ്രധാനമായും ഇവർക്ക് ഓണത്തിന് ശേഷം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. എന്നാൽ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഇവർക്ക് അല്പം കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. പ്രധാനമായും ധനപരമായ ഉയർച്ച ഓണത്തിന് ശേഷം വന്നു ചേരാം. എന്നാൽ എന്ത് കാര്യവും അധികമായാൽ ദോഷമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങളിലൂടെയും ബിസിനസ് പരമായും ഇത്തരത്തിൽ ധനം വന്നു ചേരാം. കൈവായ്പകൾ തിരികെ ലഭിക്കുക, ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ പൊതുവിൽ ഭാഗ്യദേവത കടാക്ഷിക്കുന്ന ഒരു സമയമാണ് എന്ന് പരാമർശിക്കാം. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളും ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇവർക്ക് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന് പരാമർശിക്കാം. അനിഴം നക്ഷത്രക്കാർക്കും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് ഓണത്തിന് ശേഷമുള്ള ദിവസങ്ങൾ എന്ന് പരാമർശിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഇവർക്കുണ്ട്. ഇവർക്ക് പ്രധാനമായും നറുക്കെടുപ്പിലൂടെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാവുക, ബിസിനസ് പരമായി അല്പം നേട്ടങ്ങൾ വന്നു ചേരുക, കൂടാതെ തൊഴിൽപരമായ നേട്ടങ്ങൾ, വളരെ കാലമായി ലഭിക്കാതിരിക്കുന്നതായ പണം തിരികെ ലഭിക്കുക, സ്വത്ത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അത്തരത്തിൽ വളരെയധികം കാര്യങ്ങൾ ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് ഓണത്തിന് ശേഷമുള്ള ഈ ദിവസങ്ങൾ. അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ എന്തും അധികമായാൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൈകളിൽ പണം വന്നു ചേർന്നാലും അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കാരണം ചെലവുകൾ വന്നു ചേരുവാനും ധനം നഷ്ടമാകുവാനും അല്പം സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പ്രധാനമായും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ധനപരമായ നേട്ടങ്ങൾ പ്രധാനമായും നിങ്ങൾക്ക് ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടോ ഓണത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ധനപരമായ അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടോ മാത്രമാകണം എന്നില്ല ഇത്തരത്തിൽ സൗഭാഗ്യം. തൊഴിൽപരമായ നേട്ടങ്ങളാകാം, ബിസിനസ് പരമായ ഉയർച്ചയാകാം, പുതിയ അവസരങ്ങൾ വന്നു ചേരുക, തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ ലഭിക്കാതിരിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക ഇത്തരത്തിൽ സംഭവിക്കാവുന്ന സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ ഈ സമയം സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പ്രധാനമായും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ അല്പം നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ഇവർ
അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. പ്രധാനമായും മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ ഇവർക്ക് വിനിയോഗിക്കുവാൻ തന്മൂലം സാധിക്കും.